ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതിന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. തേൻ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. പാല് നമ്മുടെ ചർമ്മത്തെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. നമ്മുടെ സ്കിൻ നന്നായിട്ട് നാച്ചുറലായി ഗ്ലോയിങ് ആവുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മുടെ പപ്പായ ഫേസ് മാസ്ക് ഇവിടെ തയ്യാറാണ്. നമ്മുടെ ചർമ്മം ഹെൽത്തി ആയിരിക്കാനും നാച്ചുറലായിട്ട് തന്നെ ഗ്ലോയിങ് ആയിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പപ്പായ ഫേസ് മാസ്ക് ആണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫേസ് മാസ്ക് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റും സ്മൂത്തുമാക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഗുണങ്ങളുള്ള ഈ ഒരു പപ്പായ ഫേസ് മാസ്ക് തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പപ്പായയാണ്. ഞാനിവിടെ നല്ല പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് ഒരു നേരത്തേക്ക് ഉപയോഗിക്കാനുള്ള മാസ്ക് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പപ്പായ എടുത്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ അത്ര പാല്, 1 സ്പൂൺ നിറയെ തേൻ എന്നിവയാണ് നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കാൻ വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ല പഴുത്തിട്ടുള്ള ഈ ഒരു പപ്പായ ഉടച്ചെടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. പപ്പായ നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതിന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഏജിങ്ങിനെതിരെ പ്രവർത്തിക്കും. അതായത് നമ്മുടെ ചർമ്മത്തിൽ വരകളും ചുളിവുകളും ഒക്കെ വന്ന് നമ്മുടെ ചർമ്മം പ്രായമാകുന്നത് തടയാനായിട്ട് ഒരു പരിധി വരെ ഇത് സഹായിക്കും. അതുപോലെ ടാൻ ഒക്കെ നീക്കം ചെയ്യാനായിട്ട് വളരെ നല്ല ഒന്നാണ് ഈ ഒരു പപ്പായ. ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും പപ്പായ സഹായിക്കും. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് പപ്പായ അരച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് സ്പൂൺ വെച്ച് ഉടച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഏകദേശം ഒരു 2-3 സ്പൂണോളം, അതായത് 2-3 ടീസ്പൂണോളം പപ്പായയാണ് ഇവിടെ അരച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. തേൻ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. നമ്മുടെ സ്കിന്നിനെ ഒട്ടും ഓയിലി ആകാത്ത രീതിയിലാണ് തേൻ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. അപ്പോൾ 1 സ്പൂൺ നിറയെ തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആക്നെ ഉള്ള സ്കിന്നാണെങ്കിലും തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ ആക്നെ വരാതിരിക്കാനും തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ മിക്സാക്കി ഇനിയാണ് ഇതിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. പാല് നമ്മുടെ ചർമ്മത്തെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. ആക്നെയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയാസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ചർമ്മത്തെ കുറച്ചുകൂടെ ക്ലിയറും സ്മൂത്തുമാകാനായിട്ട് പാല് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കുക. പാല് ആവശ്യമായ കൺസിസ്റ്റൻസി ആകുന്നത് വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാലൊക്കെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പപ്പായ ഫേസ് മാസ്ക് ഇവിടെ തയ്യാറാണ്. ഇനി ഈ ഒരു ഫേസ് മാസ്ക് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്കിൻ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സ്കിൻ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഒരു ഈവൻ സ്കിൻ ടോൺ തരാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പപ്പായ ഫേസ് മാസ്ക് സ്കിന്നിൽ മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് കഴുകി മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് ഉണങ്ങിയതിന് ശേഷം കഴുകി മാറ്റിയിട്ട് കാണാം. നമ്മുടെ സ്കിൻ നന്നായിട്ട് നാച്ചുറലായി ഗ്ലോയിങ് ആവുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കുറച്ചാലും ഉപയോഗിച്ച് നോക്കുക. ആഴ്ചയിൽ ഒരു 1-2 തവണയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.